അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച ഒരു ഹദീസ് ഉണ്ട്. ഖൈറു നിസാഇൽ ആലമീന അർബഉൻ, മറിയമു ബിനത്ത് ഇമ്രാൻ, ആസിയത്തു ബിന്തു മസാഹിം, ഖദീജത്തു ബിന്തു ഖുവൈലിദ്, ഫാത്തിമത്തു ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറു നിസാഇൽ ആലമീന, ലോകത്തെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാണ് അർബഉൻ, 4 സ്ത്രീകൾ. മറിയമു ബിന്തു ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകൾ മറിയം ബീവിയാണ് 1. ആസിയത്തു ബിന്തു മസാഹിം, മസാഹിമിൻ്റെ മകൾ ആസിയയാണ് 2. ഖദീജത്തു ബിന്തു ഖുവൈലിദിൻ, ഖുവൈലിദിൻ്റെ മകൾ ഖദീജ ബീവിയാണ് മറ്റൊന്ന്. ഫാത്തിമത്തു ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിയാണ് 4-മത്തേത്. ഈ ഹദീസിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മാതൃകയായി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി പ്രവർത്തിച്ച മഹദിയായ ഒരു വനിതയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലേക്ക് ആദ്യത്തെ പാസ് വാങ്ങിയ ആൾ എന്ന ഖദീജ ബീവിയെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് കാണാം. കാരണം ഖുർആൻ ഇറങ്ങി പൂർത്തിയാകുന്നതിന് മുമ്പ്, ഒന്നുകൂടി പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. എങ്കിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗാവകാശിയാണ് എന്നതിൽ തർക്കമില്ല. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് കാണാം. AD 554 മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. AD 554 എന്നത് ഏകദേശ കണക്കാണ്. ഖുവൈലിദ് ബിനു അസദ് ആണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫാത്തിമത്തു ബിൻത്ത് സഅദയാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ്. അമീറത്തു ഖുറൈശ്, അത്വാഹിറ എന്നീ സ്ഥാനപ്പേരുകൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 619 ഹിജറയുടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 65 വയസ്സ് പ്രായത്തിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞത്. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇബ്രാഹിം എന്ന ആൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. ഖാസിം, അബ്ദുള്ള, ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസു, അങ്ങനെയുള്ള മക്കൾ. വഗൈറു ഇബ്രാഹിമു മിൻ ഖദീജ, വഗൈറു ഇബ്രാഹിമു മിൻ ഖദീജ, ഹും സിത്തത്തുൻ ഫാഖുദ് ബിഹിം വാലിജ, വഅർബഉം മിനൽ ഇനാസി തുദ്കറു, റിദ്വാനു റബ്ബിഹി ലിൽ ജമീഇഹി യുദ്കറു, ഫാത്തിമത്തു സഹ്റാഉ ബഅലുഹാ അലി, വബിനാഹുമ സിബ്താനി ഫളലുഹും ജലി, ഫസൈനബും വബഅദഹാ റുഖയ്യ, വഉമ്മു കുൽസൂമിൻ സക്കത്ത് റാളിയ. മഹാനായ അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു അങ്ങനെ പാടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നേരത്തെ അബുഹാല എന്ന ഒരാൾ കല്യാണം കഴിച്ചിരുന്നു. അതിൽ ഹിന്ദ്, ഹാല എന്നീ 2 മക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ അതീഖ് ബിനു ആയിദ് എന്ന ഒരാളും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും മരണപ്പെട്ട വിധവയായിരുന്നു സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. ധാരാളം സമ്പത്തുള്ള ഒരു കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി എന്ന് നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള താരീഖാണ്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്ത്രീ എന്ന പ്രത്യേകത, ആദ്യം വിശ്വസിച്ച ആൾ എന്ന പ്രത്യേകതയും മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിന്നു. ഒരിക്കൽ സഹാബികൾ നബി തങ്ങളോട് ചോദിക്കുന്നത് തന്നെയുണ്ട്, പുന്നാര നബിയെ,
ഈ ദുനിയാവിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഉണ്ടായ പ്രയാസമല്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്നു. നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സുമായിരുന്നു. താരീഖിൽ അങ്ങനെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദത്തുന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതായും ജിബ്രീലിനെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കണ്ടതായും ഒക്കെ താരീഖിലുണ്ട്. ഒരിക്കൽ ഖദീജ ബിബി നബി തങ്ങളോട് പറഞ്ഞു, പുന്നാര നബിയെ, നിങ്ങളുടെ അടുക്കൽ വരാറുള്ള ആ കൂട്ടുകാരൻ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ എന്നോടൊന്ന് വിവരം പറയണേ. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. ഖദീജ, ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് എൻ്റെ ഇടതുകാലിൻ്റെ തൊടയിലൊന്ന് തൊടുക. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഇടത്തെ കാലിൽ സ്പർശിച്ചു നിന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന് പറഞ്ഞു. തലയിലെ മക്കന ഒന്നൊരൽപ്പം നീക്കി അതോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാതാവുകയും ചെയ്തു എന്ന് താരീഖിലുണ്ട്. 3 വർഷം ഷുഅബ് ബനി താലിബിൽ മലമുകളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ താമസിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ 3 വർഷം ഷുഅബ് ബനി താലിബിൽ മലമുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ സഹോദരപുത്രനായ ഹക്കീം ബിൻ ഹുസാമിൻ്റെ അടുക്കൽ ഭക്ഷണം കൊടുത്തയച്ചതായും അബുജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി അത് കണ്ടതായും അവരടിച്ചതായും ഒക്കെ താരീഖിൽ കാണാം. അബുൽ ബുഹ്തരി എന്നു പേരായ ഒരാൾ ഇടപെട്ടായിരുന്നു താൽക്കാലത്തേക്ക് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന് താരീഖിലുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നബിയെ, ഖദീജ ബീവി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിൽ ഒരു പാത്രമുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് അവർക്ക് സലാം ഉണ്ട് എന്ന വിവരം നിങ്ങൾ പറയണം. സ്വർഗത്തിൽ പച്ചമുത്തിനാൽ ഉള്ള ഒരു മണിമാളിക അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്നും പറയണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന, തൻ്റെ സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിട്ടുകൊടുത്ത, ഖുറൈശികൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിനെ പ്രതിരോധിച്ച, ദരിദ്രൻ ഫക്കീർ എന്നൊക്കെ നബി തങ്ങളെ പറഞ്ഞപ്പോൾ സ്വത്ത് മുഴുവൻ നബി തങ്ങൾക്ക് കൊടുത്ത്, ഞാനാണ് ഫക്കീർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധനികനാണെന്ന് പ്രഖ്യാപിച്ച സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ നേരത്തെ പറഞ്ഞതുപോലെ ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.